2025 ജൂലൈ 5 പുലർച്ചെ 4 ഒരു മഹാദുരന്തം സംഭവിക്കും. ഇതായിരുന്നു ജാപ്പനീസ് ബാബ വാൻഗയുടെ പ്രവചനം. മഹാനഗരങ്ങൾ കടലിൽ വീഴുമെന്ന റിയോ തൽസുഗിയുടെ പ്രവചനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ജപ്പാനും ചൈനയും തായ്വാനും. വാൻഗയുടെ പ്രവചനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നതിനു പിന്നാലെ 500-ലധികം ചെറുചലനങ്ങൾ തെക്കുപടിഞ്ഞാറൻ ടൊകാര ദ്വീപിലുണ്ടായി. അതോടെ ജനങ്ങൾക്ക് ആശങ്ക വർദ്ധിച്ചു. ജൂലൈ 5 ജപ്പാനിൽ വലിയൊരു പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന തൽസുഗിയുടെ പ്രവചനത്തിൽ ആളുകൾ ജപ്പാനിലേക്കുള്ള യാത്ര വരെ റദ്ദാക്കി. ഫ്യൂച്ചർ ഐ സോ എന്ന കൃതിയിലൂടെയാണ് റിയോ തൽസുഗി പ്രവചനങ്ങൾ നടത്തിയത്. ജപ്പാനും ഫിലിപ്പീൻസിനുമിടയിൽ കടൽ തിളച്ചുമറിയും. ജൂലൈ 5 പുലർച്ചെ 4:18 അത് സംഭവിക്കും. ഇതായിരുന്നു ജാപ്പനീസ് ബാബ വാൻഗെ റിയോ തൽസുഗിയുടെ പുസ്തകത്തിലുള്ള പ്രവചനം. സമുദ്രത്തിനടിയിൽ ഭൗമാന്തർഭാഗത്തു നിന്നുള്ള ലാവ പുറത്തേക്ക് വരുന്നതിനെപ്പറ്റിയാണ് അവർ പറഞ്ഞതെന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത്. വലിയ ഭൂകമ്പത്തിന്റെ സൂചനയാകാമെന്നും ചിലർ പറയുന്നു. കടൽ തിളച്ചുമറിയണമെങ്കിൽ അതൊരു വലിയ ഭൂകമ്പവും പിന്നീട് സുനാമിയുടെയും സൂചനയാണെന്നാണ് കരുതുന്നത്. കോവിഡ് വ്യാപനവും 2011 സുനാമിയും ഒക്കെ നേരത്തെ തൽസുഗി പ്രവചിച്ചതാണ്. തെക്കൻ ജപ്പാനിലെ ഒരു ദ്വീപ് സമൂഹത്തിൽ 470-ലധികം ഭൂകമ്പങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇതുകൂടി പുറത്തു വന്നതോടെ ജനങ്ങളുടെ ആശങ്ക ഇരട്ടിയായി. 1999 പ്രസിദ്ധീകരിച്ച ഫ്യൂച്ചർ ഐസോയുടെ കവർ പേജിൽ തന്നെ ഭൂകമ്പവും തുടർന്നുള്ള സുനാമിയും രേഖപ്പെടുത്തിയിരുന്നു. ഈ ദുരന്തത്തിൽ ഏകദേശം 16,000 പേരാണ് മരിച്ചത്. പ്രവചിച്ച അതേ വർഷം അതേ സമയത്താണ് ഈ ദുരന്തങ്ങൾ ഉണ്ടായതെന്നാണ് തൽസുഗിയുടെ അവകാശം. ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യങ്ങൾ പ്രവചിച്ചയാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബ വാൻഗെ. 2ാം ലോകമഹായുദ്ധം, ചെർണോബിൽ ദുരന്തം തുടങ്ങിയവയെല്ലാം ബാബ വാൻഗെ പ്രവചിച്ചിരുന്നു. എല്ലാ വർഷ അവസാനവും പ്രവചനങ്ങളുമായി ബാബ വാൻഗെ എത്താറുണ്ട്. ഈ ബാബ വാൻഗെയുമായി താരതമ്യം ചെയ്യപ്പെടുന്ന വ്യക്തിയാണ് ജാപ്പനീസ് മാംഗ കലാകാരിയായ റിയോ തൽസുഗി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.